എന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. പ്രവാചകനെ കുറിച്ച് രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഹിജാബിട്ട ഒരു പെണ്ണിനോട് എന്താ ചോദിക്കുക? ചൂടെടുക്കുന്നില്ല പെണ്ണെ? ക്യാമ്പസിലെത്തി എന്താ ചോദിക്കുക? എന്തിനാണോ ഇങ്ങനെ ചാക്കിൽ പൊതിഞ്ഞ പോലെ ഇങ്ങനെ ജീവിക്കുന്നത്? എനിക്ക് ഒന്നിനും സ്വാതന്ത്ര്യം ഇല്ല അല്ലേ? ഭയങ്കര കഷ്ടമാണ് കേട്ടോ കാര്യം. നീ ഇങ്ങനെ പ്രസവിച്ചാൽ പിന്നെ പഠിക്കാനൊന്നും പോവില്ല എന്ന് തോന്നുന്നു അല്ലേ? നിങ്ങൾ 20-ാമത്തെ വയസ്സിലെ അല്ല 18-ാമത്തെ വയസ്സിലെ നിങ്ങളെ കല്യാണം കഴിച്ചിടും അല്ലേ? നിങ്ങൾക്ക് പ്രണയിക്കാനൊന്നും പാടില്ല അല്ലെ? പ്രേമിക്കാനൊന്നും പറ്റൂല. നിങ്ങൾക്ക് ഇങ്ങനെ ലിഫ്റ്റ് ഇടാൻ പറ്റൂല, നെയിൽ പോളിഷ് ഇടാൻ പറ്റൂല. എൻ്റെ ദൈവമേ, ഭയങ്കര കഷ്ടമാണ് കേട്ടോ നിങ്ങളെ കാര്യം. നെഗറ്റീവിൻ്റെ ഇങ്ങനെ കൂരമ്പുകൾ ഇങ്ങനെ പതിക്കുന്ന സമയത്തായിരിക്കും വീട്ടിലേക്ക് അവരിങ്ങനെ വരിക. റബ്ബേ, ഇതല്ലെങ്കിൽ എന്തിനാണ് തട്ടിടാൻ പറഞ്ഞത്? എന്തൊരു ചൂടാണ്! ഇങ്ങനെ ചെവിയും മുടിയും കണ്ടിട്ട് ഏതാണിനാണ് ആകർഷണം ഉണ്ടായത്? ഇങ്ങനെ ചോദിക്കുക കുട്ടികൾ. എന്തിനാണ് ഞാൻ എൻ്റെ ഇങ്ങനെ ശരീരം ഇങ്ങനെ മറക്കുന്നത്? വളരെ സ്വതന്ത്രമായിട്ട് എല്ലാം പുരുഷന്റെ പോലെ വസ്ത്രം ധരിച്ചാൽ എന്താണ് പ്രശ്നമെന്ന് ചിന്തിക്കുന്ന കുട്ടികളുടെ അടുക്കൽ മുടി ചെറുതായി ഒന്ന് കണ്ടതിൻ്റെ പേരിൽ ക്രൂരമായിട്ട് നമ്മൾ മർദ്ദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അവരോനം പോണമാകുന്ന പ്രായമാകുമ്പോഴേക്കോ ഇസ്ലാം വിരുദ്ധർ മാത്രമല്ല, നമ്മളെ തന്നെ ഒരു തീവ്രവാദി ലുക്കിലേക്ക് കണ്ടുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കിയാണെന്നാണ് പറയാണ്. ഈ മഹലിനെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു. വിവാഹത്തിന് ശേഷവും പഠിക്കുന്ന ധാരാളം പെൺകുട്ടികളുള്ള മഹൽ എന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാ വല്ലാത്ത സന്തോഷം തോന്നും.